മറ്റൊരാളാണ് സ്ഥാനാർത്ഥിയായി വന്നിരുന്നത് എങ്കിൽ ഞാൻ മത്സരത്തിനുണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ശരിയായ രീതിയിൽ പരിശോധന നടത്തി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ല എന്നതുകൂടി ഇതിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. CPM-ന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള വി കുഞ്ഞികൃഷ്ണൻ ഒടുവിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഇത്തവണ പയ്യന്നൂരിൽ സ്വതന്ത്രനായി മത്സരിക്കും എന്നുള്ളതാണ്. വി കുഞ്ഞികൃഷ്ണൻ ഇപ്പം നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാനുള്ള പ്രധാന കാരണം? തീരുമാനത്തിലേക്ക് വരാനുള്ള കാരണം ആരോപണ വിധേയനായ വ്യക്തി തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി വരുന്നു എന്നതാണ്. മറ്റൊരാളാണ് സ്ഥാനാർത്ഥിയായി വന്നിരുന്നത് എങ്കിൽ ഞാൻ മത്സരത്തിനുണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ശരിയായ രീതിയിൽ പരിശോധന നടത്തി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ല എന്നതുകൂടി ഇതിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഉയർത്തിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ നിലയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആലോചിച്ചിട്ടുള്ളത്. ഈ ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നൊക്കെ പറയുന്ന ഒരാളാണ് കുഞ്ഞികൃഷ്ണേട്ടൻ. അപ്പോൾ ഈ മത്സരരംഗത്തേക്ക് വരുമ്പം അത് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുക എന്ന് പറയുമ്പോൾ ആ പറയുന്നതും ഈ പ്രവൃത്തിയും തമ്മിലൊരു വ്യത്യാസം തോന്നില്ലേ? ഈ മത്സരം ഇടതുപക്ഷത്തിനെതിരെ അല്ല, തെറ്റിലേക്ക് പോകുന്ന ഇടതുപക്ഷത്തെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ 4-5 വർഷം പാർട്ടിക്കകത്ത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അത് നടക്കാത്തത് കൊണ്ടാണ് പിന്നീട് ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയാൻ തയ്യാറായത്. കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരവസരമാണ് തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിനെ പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ടി.ഐ. മധുസൂദനെതിരെ മാത്രമാണോ ഈ പോരാട്ടം? അത് CPM-ന്റെ പാർട്ടിക്കകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ചില നടപടികളും അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിനെതിരെ മൊത്തത്തിലുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഇത്. ഇത് ഈ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന നിലയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടക്കാൻ പാടില്ലാത്ത പലതും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് തിരുത്തിക്കാൻ ജനങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ആ നിലയിലേക്കാണ് പ്രത്യേകിച്ച് പയ്യന്നൂരിലെ പാർട്ടിയെ ഒരു മാഫിയ സംഘത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ശ്രമങ്ങളിൽ നിന്ന് പാർട്ടിയെ തിരിച്ചു പിടിക്കുക, രക്ഷിക്കുക എന്നതും അത്യാവശ്യമാണ്. ആ നിലയിലേക്കാണ് ഈ സ്ഥാനാർത്ഥിത്വത്തെ ഞാൻ കാണുന്നത്. എന്തായാലും പയ്യന്നൂരിൽ CPM-നെതിരെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അതിന് UDF-ന്റെ ഉൾപ്പെടെ ഒരു പിന്തുണ കിട്ടാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അവരത് ഉപയോഗപ്പെടുത്താനുള്ളൊരു സാധ്യതയാണുള്ളത്. അത്തരത്തിലുള്ളൊരു നീക്കം UDF-ന്റെ ഭാഗത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അതിനോട് എങ്ങനെയായിരിക്കും കുഞ്ഞികൃഷ്ണന്റെ ഒരു പ്രതികരണം? അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ ഏത് മുന്നണിയുടെ പിന്തുണ എന്നതേയല്ല, ഈ പയ്യന്നൂർ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളോടുമാണ് പിന്തുണ അഭ്യർത്ഥിക്കുന്നത്. ആ നിലയിൽ ജനങ്ങൾ പിന്തുണക്കാൻ സന്നദ്ധമാകുമ്പോൾ ആ പിന്തുണ സ്വീകരിക്കുക എന്നതാണ് ആലോചിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി മത്സരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. സ്വതന്ത്രനായി മത്സരിക്കുക എന്നതാണ് എൻ്റെ നിലപാട്. മുന്നണികളുടെ പരസ്യ പിന്തുണയില്ല, പക്ഷേ അവർ പിന്തുണയ്ക്കുകയാണെങ്കിൽ ആ പിന്തുണ സ്വീകരിക്കും. ജനങ്ങളുടെ പിന്തുണ സ്വീകരിക്കും. വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ ഘട്ടത്തിലുള്ളത്. അതെ. തീർച്ചയായും വി കുഞ്ഞികൃഷ്ണൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണുള്ളത്. പയ്യന്നൂരിൽ നേരത്തെ തന്നെ അദ്ദേഹം പാർട്ടിക്കകത്ത് ഉന്നയിച്ചിരുന്ന ആക്ഷേപങ്ങളെ പാർട്ടി പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ടി.ഐ. മധുസൂദനെ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള CPM-ന്റെ തീരുമാനത്തിനെതിരെയാണ് അദ്ദേഹം പയ്യന്നൂരിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഏത് മുന്നണിയുടെയും പിന്തുണ ഒരു തരത്തിലും സ്വീകരിക്കില്ല എന്നുള്ള നിലപാട് കൂടി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ട്. ക്യാമറാമാൻ ഷിജിത് കണ്ണോവിനൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1 കണ്ണൂർ.